ഒരു സെക്കൻഡ് അരുൺ ആ വിഷയം പറയുമ്പോൾ ആര്യാടൻ ഷൗക്കത്തും അമൽ തേനംപറമ്പിലും നേരത്തെ സംസാരിക്കുന്നത് ബൂത്തുകളുടെ എണ്ണം വർദ്ധിച്ചു. 52 ബൂത്ത് 59 ബൂത്ത് ആകെ 202-ന് 59 എന്ന് പറയുമ്പോൾ ഏകദേശം 30% ബൂത്ത് കൂടി, 30% ബൂത്ത് വർദ്ധിച്ചു. അതിൻ്റെ ഒരു വലിയ സൗകര്യമുണ്ട്, ആളുകൾക്ക് പെട്ടെന്ന് വോട്ട് ചെയ്ത് പോകാനുള്ളൊരു സൗകര്യമുണ്ട്. പിന്നെ എന്തായാലും പോളിംഗ് ശതമാനം വർദ്ധിക്കും. കാരണം തെരഞ്ഞെടുപ്പ് രംഗത്ത് കാണുന്ന ഒരു ആവേശം തീർച്ചയായിട്ടും പോളിംഗിലും ഉണ്ടാവും. കോരിച്ചൊരിയുന്ന മഴയത്തും നമുക്കത് കാണാൻ സാധിച്ചിട്ടുണ്ട്. ആ ആവേശം അതെന്തായാലും ഇതിനകത്തുണ്ടാവും, യാതൊരു സംശയവും. ആര്യാടൻ മുഹമ്മദ് ഇല്ലാത്ത ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണല്ലേ? എൻ്റെ പിതാവില്ലാത്ത ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര ഒരു മിസ്സിങ് ഉണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അദ്ദേഹത്തിനും ചില പിന്നെ കൃത്യനിഷ്ഠകളുണ്ട്. വോട്ടർ ഐ ഡി ഒക്കെ അദ്ദേഹമാണ് എടുത്ത് സൂക്ഷിക്കുക. എൻ്റെ കസ്റ്റോഡിയൻ അന്ന് രാവിലെ വോട്ട് ചെയ്യാൻ എല്ലാവരും പോകുമ്പോൾ മാത്രമാണ് എടുത്തു തരിക, അല്ലാതെ ഞങ്ങളുടെ കൈ തരില്ല. അത് കഴിഞ്ഞ് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അതെടുത്ത് അദ്ദേഹം തന്നെ സൂക്ഷിക്കും. അതൊരു വലിയ ഉമ്മയാണെന്ന് തോന്നില്ല ഇപ്പോഴത്തെ കസ്റ്റോഡിയൻ. ഉമ്മയാണ് ഇപ്പം ഐ ഡി സൂക്ഷിക്കുന്നതിൻ്റെ കസ്റ്റോഡിയൻ. കാരണം ഞങ്ങൾ മക്കളും പേരമക്കളും ഒക്കെ ആയിട്ട് കുറച്ച് പേരുണ്ട് വോട്ട്. അപ്പോൾ അതിൻ്റെ കസ്റ്റോഡിയൻ ഇപ്പോൾ ഉമ്മയാണ്. എങ്ങനെയുണ്ട് ഈ ഇറങ്ങുമ്പോൾ ഒരു പൾസ് എങ്ങനെ ഫീൽ ചെയ്യുന്നു? ഞാൻ പോയ ബൂത്തിലൊക്കെ കാണുന്ന ക്യൂവിൽ നോക്കുമ്പോൾ ഒക്കെ UDF വോട്ടാണ് ചെയ്യുന്നത്, വന്ന് ചെയ്യുന്നത് കാണുന്നത്. എന്തായാലും പരമാവധി വോട്ടുകൾ രാവിലെ തന്നെ പൊളിയിപ്പിക്കുക. രാവിലെ തന്നെ പൊളിയിക്കും. മഴ പ്രശ്നം ഉണ്ടാക്കൂ? മഴ ഒരു പ്രശ്നം ഉണ്ടാക്കും. മഴ പ്രശ്നം ഉണ്ടാക്കില്ല എന്നുള്ളതാണ് ആര്യാടൻ ഷൗക്കത്ത് പറയുന്നത്. മാത്രമല്ല വലിയ വിജയപ്രതീക്ഷ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. കുടുംബാംഗങ്ങളെല്ലാം വോട്ട് ചെയ്ത് മടങ്ങുകയാണ്. നമുക്ക് ഭാര്യ ഉണ്ട്, മുംതാസ് ബീഗം, അതോടൊപ്പം തന്നെ ഒവിൻ മക്കളും എല്ലാവരും ഒരുമിച്ചെത്തി വോട്ട് ചെയ്ത് മടങ്ങുകയാണ്. ആര്യാടൻ മുഹമ്മദ് ഇല്ലാത്ത ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് ആര്യാടൻ ഷൗക്കത്ത് ഈ തിരഞ്ഞെടുപ്പിനെ ഓർത്തെടുക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പിന്നീട് 2 ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 നടന്നു. പിന്നീട് പ്രിയങ്ക ഗാന്ധി മത്സരിച്ച് ഉപതെരഞ്ഞെടുപ്പ് നടന്നു. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആര്യാടൻ മുഹമ്മദ് ഇല്ലാതെ ആദ്യമായാണ്. അതിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയായിരുന്നു ആര്യാടൻ ഷൗക്കത്ത്.